ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് മാസം 1600 രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. കഴിഞ്ഞ മാസം, അതായത് ജനുവരി മാസത്തിൽ 3200 രൂപ വീതമാണ് സർക്കാർ വിതരണം ചെയ്തത്. കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ജനുവരി മാസത്തെ പെൻഷനും ചേർത്താണ് ഈ 3200 രൂപ സർക്കാർ സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. അത്തരത്തിൽ ജനുവരിയിൽ 3200 രൂപ ലഭിച്ചവരെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, ഫെബ്രുവരി മാസത്തിലെ പെൻഷനാണ് ഇനി വിതരണം ചെയ്യാനുള്ളത്. ഇതോടൊപ്പം കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്യുമോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. എന്നാൽ ഫെബ്രുവരിയിൽ ആ മാസത്തെ 1600 രൂപ മാത്രമായിരിക്കും ലഭിക്കുക. ഏപ്രിൽ മാസം മുതലാണ് കുടിശ്ശിക പെൻഷൻ വിതരണ കാലാവധി ആരംഭിക്കുന്നത്. ഏപ്രിലിൽ വിഷു, ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക ഗഡുക്കളിൽ ഒരു ഗഡുവും തനത് മാസത്തെ പെൻഷനും ചേർത്ത് 3200 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചേക്കാം. ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനായ 4800 രൂപ വിതരണം ചെയ്യുന്നതായിരിക്കും. ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം 20-ാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും ആരംഭിക്കുക. അടുത്ത അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് 8 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾ കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗുണഭോക്താക്കളിൽ പലർക്കും ഈ ആനുകൂല്യം തുടർച്ചയായി ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ നിരവധി പരാതികൾ എത്തുകയും ഇപ്പോൾ ഇതിന്റെ വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പല ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആനുകൂല്യം മുടങ്ങുന്ന ഗുണഭോക്താക്കൾ ആധാറുമായി പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന അറിയിപ്പാണ് സർക്കാർ നൽകുന്നത്. മാത്രമല്ല, ഈ മുടങ്ങിയ ആനുകൂല്യം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് DBT സെല്ലിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക അറിയിപ്പ് വരുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാന ബജറ്റിൽ പെൻഷൻ വർധനവ് പ്രതീക്ഷിച്ചിരുന്ന ഗുണഭോക്താക്കൾക്ക് മറ്റൊരു അറിയിപ്പാണ് എത്തുന്നത്. അതായത് പരിശോധനകൾ ആരംഭിക്കുകയാണ്. സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരെ കണ്ടെത്തി അവരെ പുറത്താക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ചേർന്ന് ഭൗതിക നിലവാര സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ക്ഷേമ പെൻഷൻ ആനുകൂല്യം അക്കൗണ്ടുകളിലും കൈകളിലുമായി വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടുകളിൽ ഉദ്യോഗസ്ഥരെത്തി ഇക്കാര്യങ്ങൾ പരിശോധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നിങ്ങളുടെ വീടുകൾ തന്നെയാണ്. 2000 സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ നിങ്ങളുടെ പേരിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പെൻഷൻ വാങ്ങുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സാമ്പത്തിക പശ്ചാത്തലം ഉയർന്നതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട് 2000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ അത് ആഡംബരമായി കണ്ട് നിങ്ങളെ ഈ പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു മുറിയിലാണ് AC ഉണ്ടെങ്കിൽ പോലും ഈ നിയമം അവർക്ക് ബാധകമായിരിക്കും. അതോടൊപ്പം തന്നെ 2 ഏക്കറോ അതിൽ കൂടുതൽ ഭൂമിയോ ഉണ്ടെങ്കിൽ അവരും പെൻഷൻ വാങ്ങുന്നതിന് യോഗ്യരല്ല. ഇതോടൊപ്പം തന്നെ ജീവിതമാർഗത്തിനല്ലാതെ സ്വകാര്യ ആവശ്യത്തിനായി 4 ചക്ര വാഹനമുള്ളവരാണെങ്കിലും നിങ്ങൾ പെൻഷൻ വാങ്ങുവാൻ അർഹരല്ല. അത്തരത്തിലുള്ളവരെയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. ഈ വർഷം മുതൽ സർക്കാർ പെൻഷൻ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ എല്ലാം വരുമാന സ്രോതസ് കണക്കാക്കി 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വരുമാനമെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് അവരെ പുറത്താക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ഈ മാനദണ്ഡങ്ങളാണ് പ്രധാനമായും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി അനർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും അർഹരായവർക്ക് പെൻഷൻ ആനുകൂല്യം ഉറപ്പാക്കുകയും ചെയ്യുന്നതായിരിക്കും. നിലവിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എത്തിയാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.